പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചയിൽ സംശയങ്ങൾ ചോദിക്കുക. ഹയർ സെക്കൻഡറി 2ാം വർഷ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മൊത്തം 11 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഇതിൽ പ്രധാനമായിട്ടും ആദ്യം ബേസിക്സ് ആണ്, C++ൻ്റെ അടിസ്ഥാന ഭാഗങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ C++ൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചു. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന ഭാഗങ്ങൾ, C++ൻ്റെ അടിസ്ഥാന പ്രോഗ്രാമിംഗ് ഭാഗങ്ങൾ ആണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. പിന്നീട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ച് പറയുന്നതിന് ശേഷം നെസ്റ്റഡ് ലൂപ്സ് എന്നൊരു ടോപ്പിക്ക്, അവസാനമായിട്ട് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു. നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഇതിൽ ആദ്യം പറയുന്നത് ക്യാരക്ടർ സെറ്റ്. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ്, അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഓരോ കമാൻഡുകളും നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്യാരക്ടർ സെറ്റിലുള്ള ക്യാരക്ടറുകളെ കൊണ്ടാണെന്ന് അർത്ഥം. ക്യാരക്ടർ സെറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് C++ൻ്റെ ക്യാരക്ടർ സെറ്റ് A to Z വരെയുള്ള അപ്പർ കേസ് ലെറ്ററുകളും ലോവർ കേസ് ലെറ്ററുകളും 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ, അക്കങ്ങളും, പിന്നെ 0-നും 255-നും ഇടയിൽ ആസ്കി കോഡ് വരുന്ന കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറുകളും, ഹാഷ്, സെമിക്കോളൻ, കോളൻ, ഗ്രേറ്റർ ദാൻ എന്നിവയൊക്കെയാണ്. ഇത്രയും ചിഹ്നങ്ങൾ ഉൾപ്പെട്ടതാണ് C++ൻ്റെ ക്യാരക്ടർ സെറ്റ്. മറ്റൊന്ന് ടോക്കൺസ് ആണ് അടുത്ത ടോപ്പിക്ക്. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഒരു C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ടോക്കൺ. നമ്മൾ കെട്ടിടങ്ങളുടെ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ സിമൻറ്റ്, കമ്പി, ഇതൊക്കെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ. അതുപോലെ ഒരു C++ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റാണ്, ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കൺസ് ആർ ഓൾസോ കോൾഡ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ടോക്കണുകളെ ലെക്സിക്കൽ യൂണിറ്റുകളെന്നും പറയുന്നു. ടോക്കണുകളെ പ്രധാനമായിട്ടും 5ആയി തിരിച്ചിട്ടുണ്ട്. കീവേഡുകൾ, ഐഡൻറ്റിഫയറുകൾ, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. കീവേഡ്സ്. C++ പ്രോഗ്രാമിംഗ് ഭാഷയിൽ ഒരു പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്നതാണ്. ആ ആവശ്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് റിസർവ്ഡ് വേർഡ്സ് എന്നും കീവേഡ്സ് അറിയപ്പെടുന്നത്. ഈ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ ഇതിൽ കീവേഡുകൾ ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെല്ലാം കീവേഡുകളാണ്. യൂസിങ്, നെയിം സ്പേസ്, അങ്ങനെ കുറേ വാക്കുകൾ, ഇൻറ്റ്, ഫ്ലോട്ട്, ഇതൊക്കെ കീവേഡിന് ഉദാഹരണമാണ്. ഒരു പ്രത്യേക അർത്ഥം കമ്പൈലറിനോട് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. യൂസിങ് ഇതൊരു കീവേഡാണ്. നെയിം സ്പേസ്, ഫ്ലോട്ട്, റിട്ടേൺ, ഇതൊക്കെ കീവേഡുകളാണ്. അതുപോലെ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയർ എന്ന് പറയുന്ന ഒരു C++ പ്രോഗ്രാമിൽ പ്രോഗ്രാമർ ഉണ്ടാക്കുന്ന ചില പേരുകൾക്ക് ആണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. സോ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് യൂസ്ഡ് ഇൻ എ C++ program are called identifiers. ഇങ്ങനെയുള്ള പ്രോഗ്രാം എലമെൻറ്റുകൾക്കാണ് ഐഡൻറ്റിഫയർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പ്രോഗ്രാമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, ഇൻപുട്ട് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റാമിലെ മെമ്മറി ലൊക്കേഷനുകൾക്ക് അല്ലെങ്കിൽ വാരിയബിളുകൾക്ക് കൊടുക്കുന്ന പേര്. മറ്റൊന്ന്
ഫങ്ഷനുകൾക്ക് കൊടുക്കുന്ന പേര്, മറ്റൊന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കൊടുക്കുന്ന പേര്. ഇതെല്ലാം ഐഡൻറ്റിഫയറുകളാണ്. ഒരു ഐഡൻറ്റിഫയറിന് പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെങ്കിലും ആ പേര് നൽകുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ, റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഈ പറയുന്ന കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും റൂൾസ് എന്ന് പറയുന്നത്. കീവേഡുകൾ ഒരിക്കലും ഐഡൻറ്റിഫയറായി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരു കീവേഡ്, ഒരു ഐഡൻറ്റിഫയറിൻ്റെ പേര് തുടങ്ങുന്നത്, ഒരു ഐഡൻറ്റിഫയർ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്ററോ അണ്ടർസ്കോറോ വെച്ചായിരിക്കണം. മറ്റ് സ്പെഷ്യൽ ക്യാരക്ടറുകളൊന്നും പാടില്ല. അപ്പർ കേസ് ലെറ്ററുകളും ലോവർ കേസ് ലെറ്ററുകളും സെപ്പറേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും റൂൾസാണ് ഒരു ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് റൂൾസ് ഫോർ നെയിമിംഗ് ഐഡൻറ്റിഫയേഴ്സ്. പിന്നെ ലിറ്ററൽസ്. വില മാറാത്ത ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം തുടങ്ങി അവസാനിക്കുന്നത് വരെ വില മാറാതെ സ്ഥിരമായി ഒരേ വിലയിൽ നിൽക്കുന്ന, ഒരേ വില കാണിക്കുന്ന ടോക്കണുകളെയാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. അതേ കോൺസ്റ്റൻസ് എന്നും പറയുന്നു. പ്രധാനമായിട്ടും ലിറ്ററൽസ് 4 എണ്ണം ഉണ്ട്. ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, പിന്നെ അതുപോലെ സ്ട്രിംഗ് ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ്. ഒരു ഇൻറ്റീജർ ലിറ്ററൽ അല്ലെങ്കിൽ ഇൻറ്റീജർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സംഖ്യകൾ മാത്രമുള്ളത്, അക്കങ്ങൾ മാത്രമുള്ളതാണ്. പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും തുടക്കത്തിൽ. അപ്പോൾ പോസിറ്റീവ് മിക്കവാറും എല്ലാ എണ്ണൽ സംഖ്യകളും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 എന്നുള്ളത് ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻ്റ്. അപ്പോൾ ദശാംശമില്ലാത്ത എണ്ണൽ സംഖ്യകളെയാണ് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ്. മറ്റൊന്ന് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻ്റ്, ദശാംശ സംഖ്യകൾ, ഫ്രാക്ഷണൽ നമ്പറുകൾ. അത് ഫ്രാക്ഷണൽ ഫോമിലോ എക്സ്പോണൻഷ്യൽ ഫോമിലോ കാണിക്കാം. മാൻഡിസ എക്സ്പോണൻറ്റ് എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വേർതിരിച്ച് വരുന്ന കാണിക്കുന്ന നമ്പറുകളെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ദശാംശ സംഖ്യകൾ, എക്സാമ്പിൾ 2.5 ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻ്റ് ആണ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റിന് ഉദാഹരണമാണ് ABC എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന, സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കൊട്ടേഷൻ ഈസ് കോൾഡ് ക്യാരക്ടർ ലിറ്ററൽ. ഒരു സിംഗിൾ കൊട്ടേഷനിൽ ഇട്ടിരിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിനെയാണ് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ്, ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുന്നത്. പിന്നെ there are some special character constants called escape sequences. എസ്കേപ്പ് സീക്വൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളുണ്ട് C++ൽ. അവ തുടങ്ങുന്നത് \/ വെച്ചായിരിക്കും. ഇത് തുടങ്ങുന്നത് /n/t. പുതിയൊരു ലൈനിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് /n ഉപയോഗിക്കുന്നത്. പുതിയ ലൈൻ C++ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് /n/t എന്ന് പറഞ്ഞാൽ സ്പേസ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇതൊക്കെ എസ്കേപ്പ് സീക്വൻസിന് ഉദാഹരണമാണ്. \/ വെച്ച് തുടങ്ങുന്ന ഒരു കൂട്ടം ക്യാരക്ടറാണ് എസ്കേപ്പ് സീക്വൻസ്. പിന്നെ ഓപ്പറേറ്റേഴ്സ്, അതിന് മുമ്പ് സ്ട്രിംഗ് ലിറ്ററൽസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ഡബിൾ കോട്ട്സ്. ഡബിൾ കൊട്ടേഷനിലിട്ടിരിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകളെയാണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഈ പ്രോഗ്രാമിൽ എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് എ സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഇത് ഡബിൾ കൊട്ടേഷനിലാണ് ഒരു കൂട്ടം ക്യാരക്ടറുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നീട് ഓപ്പറേറ്റേഴ്സ്. C++ൽ ഒരു ഓപ്പറേഷനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളെയാണ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. ടോക്കൺസ് ദാറ്റ് റെപ്രസെൻ്റ് ആൻ ഓപ്പറേഷൻ ആർ കോൾഡ് ഓപ്പറേറ്റേഴ്സ്. ഒരു ഓപ്പറേറ്ററിന് പ്രവർത്തിക്കാൻ വേണ്ട ഡാറ്റകളെയാണ് ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ കാണാം. ഇതിന് 2
ഓപ്പറാൻഡുകളുണ്ട്, ലെങ്ത്തും ബ്രെഡ്ത്തും, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ അതിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ട് ഇത് ഈ ഒരു ഒരു ലൈനായിരിക്കുന്നു കുറച്ചുകൂടി നല്ലത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററാണ്. ഇതിന് രണ്ട് ഓപ്പറാൻഡുകൾ, ഒന്ന് ലെങ്ത്ത് മറ്റേ ബ്രെഡ്ത്ത് എന്നുള്ള വേരിയബിൾ. നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ഗുണിക്കുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. ഇതാണ് ഓപ്പറേറ്റർ. ഇത് രണ്ടും അതിൻ്റെ ഓപ്പറാൻഡ്സ് ആണ്. അപ്പോൾ ഓപ്പറാൻഡുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓപ്പറേറ്ററുകളെ യുണറി, ബൈനറി, ടെർണറി എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഒരു ഓപ്പറാൻഡ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളെ യുണറി ഓപ്പറേറ്റർ എന്നും, രണ്ട് ഓപ്പറാൻഡ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളെ ബൈനറി ഓപ്പറേറ്റർ എന്നും, മൂന്ന് ഓപ്പറാൻഡ് ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്ററുകളെ ടെർണറി ഓപ്പറേറ്റർ എന്നും പറയുന്നു. ഇതുകൂടാതെ ഓപ്പറേഷൻ്റെ ടൈപ്പ് അനുസരിച്ച്, തരമനുസരിച്ച് ഓപ്പറേറ്ററുകളെ വീണ്ടും അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. അപ്പോൾ ഓപ്പറേഷൻ നടന്നുണ്ടാകുന്ന റിസൾട്ട്, ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ടിനനുസരിച്ച്, ആ റിസൾട്ടിൻ്റെ ഡാറ്റ ടൈപ്പിനനുസരിച്ച്, തരത്തിനനുസരിച്ച് വീണ്ടും ഓപ്പറേറ്ററുകൾ മൂന്നെണ്ണം, അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററുകൾ, കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകൾ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് സിസ്റ്റം കാണാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മോഡ് ഓപ്പറേറ്റർ. പിന്നെ റിലേഷണൽ ഓപ്പറേറ്ററുകൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ആൻഡ്, ഇത് ഓർ, ഇത് നോട്ട്. ഈ മൂന്ന് ഓപ്പറേറ്ററുകളുമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ എല്ലാ ഓപ്പറേറ്ററുകളും ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടൊരു റിസൾട്ട്, ഒരു ഫലം തരുന്നു. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതെല്ലാം ബൈനറി ഓപ്പറേറ്ററുകളാണ്. അതായത് ഇവയ്ക്കെല്ലാം, അതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ഇതെല്ലാം ഇതിനെല്ലാം മിനിമം 2 ഓപ്പറാൻഡുകളെങ്കിലും വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വരും. ഇപ്പോൾ A+B, അല്ല A+ എന്ന് പറയാറില്ല, A+B. അതുപോലെ A<D, ഇത് താരതമ്യം ചെയ്യാനാണ് ഈ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയപ്പെടുന്നു. റിലേഷണൽ ഓപ്പറേറ്ററുകളെ കമ്പാരിസൺ വേണ്ടി ഉപയോഗിക്കും. ഓപ്പറാൻഡുകളെ തമ്മിൽ താരതമ്യം ചെയ്ത് വലുതാണോ ചെറുതാണോ, ഫസ്റ്റ് ഓപ്പറാൻഡ് A<B എന്ന് പറഞ്ഞാൽ A Bയേക്കാൾ ചെറുതാണോ, അപ്പോൾ അതിൻ്റെ ആൻസർ, റിസൾട്ട് എപ്പോഴും, ഇത്തരം ഓപ്പറേഷൻ്റെ റിസൾട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതായത് 1 അല്ലെങ്കിൽ 0. ട്രൂവിനെ C++ 1 എന്നും ഫാൾസിനെ C++ 0 എന്നും ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു റിലേഷണൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും, 1 അല്ലെങ്കിൽ 0. അതുതന്നെയാണ് ലോജിക്കൽ ഓപ്പറേഷൻ്റെയും റിസൾട്ട്. കാരണം ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലോ റിലേഷണൽ ഓപ്പറേഷനുകളെ കൂട്ടി യോജിപ്പിച്ച് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ 2 റിലേഷണൽ എക്സ്പ്രഷനുകളെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം, ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്, അത് നെഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു റിവേഴ്സ് ആക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്. ട്രൂവിനെ ഫാൾസ് ആക്കാനും ഫാൾസിനെ ട്രൂ ആക്കാനും വേണ്ടിയാണ്. ഇനി ഇത് കൂടാതെ കുറച്ച് ഓപ്പറേറ്ററുകൾ കൂടിയുണ്ട്. അത് ഒന്ന് ഗെറ്റ് ഫ്രം ഓപ്പറേറ്ററാണ്. നമ്മൾ C++ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. ഇതിനെ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗെറ്റ് ഫ്രം അഥവാ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് പുട്ട് ടു, ഇത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. പുട്ട് ടു ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ലിറ്ററൽസ്, വില മാറാത്ത ടോക്കണുകൾ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിന് എക്സാമ്പിൾ ഉണ്ട്, പോയിന്റ് ഇല്ലാത്ത നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകൾ. അതുപോലെ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, എസ്കേപ്പ് സീക്വൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കീബോർഡ് വഴി ടൈപ്പ് ചെയ്യാൻ കഴിയാത്ത /n/t, ഇത് സാധാ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളാണ്. സിംഗിൾ കൊട്ടേഷനിൽ ഒരു സിംഗിൾ ക്യാരക്ടർ.
ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്, പോയിന്റുള്ള ദശാംശ സംഖ്യകളെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു ഇൻറ്റിജർ പാർട്ടും ഒരു ഫ്രാക്ഷണൽ പാർട്ടും, അല്ലെങ്കിൽ മാൻഡിസയും എക്സ്പൊണൻറ്റും. ഈ രൂപത്തിൽ കാണിക്കുന്നതാണ് മാൻഡിസ എക്സ്പൊണൻറ്റ്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഫ്രാക്ഷണൽ ഫോം, ദിസ് ഈസ് എക്സ്പൊണൻഷ്യൽ ഫോം. ഇനി സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്, പേര്, ഒരു കൂട്ടം ക്യാരക്ടറുകൾ, ഡബിൾ കൊട്ടേഷനകത്ത് വരുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകളെയാണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്, സ്ട്രിംഗ് ലിറ്ററൽ നമ്മൾ പറഞ്ഞാണ്. ഓപ്പറേറ്റർ, ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളാണ്, ഒരു ഓപ്പറേഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ. അപ്പോൾ ഓപ്പറേറ്ററിൽ നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് യൂണറി ഓപ്പറേറ്ററുകൾ, അതായത് ഒരു ഓപ്പറൻറ്റ് മാത്രം ആവശ്യമുള്ള ഓപ്പറേറ്ററുകളാണ്. മൈനസ് പ്ലസ്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, രണ്ട് ഓപ്പറാൻറ്റുകളെങ്കിലും ആവശ്യമുള്ള ബൈനറി ഓപ്പറേറ്ററുകൾക്ക് ഉദാഹരണമാണ്. മിക്കവാറും ഇതൊക്കെ അരിത്മെറ്റിക് ഓപ്പറേറ്ററുകളാണ്. അതുപോലെ റിലേഷണൽ ഓപ്പറേറ്ററുകൾ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഒക്കെ. ഇവിടെ ടെർണറി, 3 ഓപ്പറാൻറ്റ് ആവശ്യമാണ്. ഓപ്പറേഷൻ നടക്കാൻ 3 ഓപ്പറാൻറ്റുകൾ ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്ററാണ് ടെർണറി ഓപ്പറേറ്റർ. ഇതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നും വിളിക്കാറുണ്ട്. ഇതിന് 3 ഓപ്പറാൻറ്റ് വേണം. ഇനി ഓപ്പറേറ്ററിൻ്റെ ടൈപ്പുകൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഇതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. മിനിമം 2 ഓപ്പറേറ്റെങ്കിലും വേണം. ഇത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് എന്നിവ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന, എന്നീ ക്രിയകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് മിക്കവാറും നമ്പറുകളായിരിക്കും. ഇതിൻ്റെ ഓപ്പറാൻസ് ഒന്നുകിൽ ന്യൂമറിക് വാരിയബിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂമറിക് കോൺസ്റ്റൻസ് ആയിരിക്കും, ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഇൻറ്റീജർ വാരിയബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാരിയബിൾ. അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതായത് ഇൻറ്റീജറോ ഫ്ലോട്ടോ ആയിരിക്കും. ഇനി റിലേഷണൽ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത് നമ്പറുകൾക്കും ക്യാരക്ടറുകൾക്കും പങ്കെടുക്കാം. ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകൾക്കും ക്യാരക്ടർ വാരിയബിളുകൾക്കും അല്ലെങ്കിൽ ഇൻറ്റീജർ നമ്പറുകൾക്കും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾക്കും പങ്കെടുക്കാം. പക്ഷെ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, 1 or 0 ആയിരിക്കും. അപ്പം 1 less than 3 വരുമ്പോൾ 1 ഉം 3 ഓപ്പറാൻറ്റുകളാണ്, ലെസ് ദാൻ ആണ് ഓപ്പറേറ്റർ. അപ്പോൾ 1 3യേക്കാൾ ചെറുതാണോ എന്ന് ചോദിച്ചാൽ ആണ്, അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം 1 ആയിരിക്കും. ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. ഇനി ഇതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റർ 2 അതിൽ കൂടുതലോ റിലേഷണൽ ഓപ്പറേഷനുകളെ കമ്പൈൻ ചെയ്ത് ട്രൂ ഓർ ഫാൾസ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്ററിന് ഉദാഹരണം ആൻഡ് ഓർ നോട്ട്. അപ്പോൾ അതിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ലെസ് ദാൻ ബി എന്നൊരു ഓപ്പറേഷൻ ഒരു റിലേഷണൽ ഓപ്പറേഷനാണ്. വേറൊരു റിലേഷണൽ ഓപ്പറേഷനാണ് എ ലെസ് ദാൻ സി. അപ്പോൾ അവിടെ എ ലെസ് ദാൻ ബി ആൻഡ് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ എ ബിയേക്കാളും സിയേക്കാളും ചെറുതാണെങ്കിൽ മൊത്തത്തിൽ അത് ട്രൂ ആയിരിക്കും. എയുടെ വാല്യൂ ബിയേക്കാൾ ചെറുതാണ്, എയുടെ വാല്യൂ സിയേക്കാളും ചെറുതാണ്, എ ആണ് ഏറ്റവും ചെറുത്, 3. അപ്പോൾ ഇങ്ങനെ 3 നമ്പറുകൾ തന്നതിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വലുത് കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ അതിൽ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഒക്കെ ഉപയോഗപ്പെടുത്താം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിൽ പ്രധാനമായിട്ടും ഈ ഓപ്പറേറ്റേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് കാണിക്കാനും ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ. ഇൻപുട്ട് ഓപ്പറേറ്ററിനെ 2 ഗ്രേറ്റർ ദാൻ ചിഹ്നം, ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, 2 ഗ്രേറ്റർ ദാൻ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ, ആൻഡ് ദ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഈസ് ഓൾസോ കാൾഡ് പുട്ട് ടു ഓർ ഇൻസർഷൻ ഓപ്പറേറ്റർ. ഇത് ഔട്ട്പുട്ട് കാണിക്കാനാണ്, മോണിറ്ററിൽ ഔട്ട്പുട്ട് കാണിക്കാൻ, ഇത് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് താഴെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ബൈനറികളാണ്, 2 ഓപ്പറാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗെറ്റ് ഫ്രം ഇൻപുട്ട് ഓപ്പറേറ്റർ, കീബോർഡ് സിഇൻ്റെ കൂടെ എപ്പോഴും ഇൻപുട്ട് ഓപ്പറേറ്റർ വരും, നമ്മൾ സി ഔട്ടിൻ്റെ കൂടെ എപ്പോഴും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വരും. ഇവിടെ ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഈ ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് ഓപ്പറാൻഡ് സി ഇൻ, സെക്കൻഡ് ഓപ്പറാൻഡ് എ എന്നുള്ള ഒരു വാരിയബിളാണ്. സി എന്ന് പറഞ്ഞാൽ കീബോർഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് C++. ക്യാരക്ടർ ഇൻപുട്ട് എന്നുള്ളതിൻ്റെ ഇൻപുട്ട് ഡിവൈസ് ഇതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് സി ഔട്ട്. അതുപോലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നോക്കൂ. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൽ സി ഔട്ട് സം. അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് 2 ഓപ്പറൻറ്റ് അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ബൈനറി ആണെന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റ് സി ഔട്ട് ആണ്. സി ഔട്ട് എന്താ? സി ഔട്ട് ഇറ്റ് ഈസ് ക്യാരക്ടർ ഔട്ട്പുട്ട്.
സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻ C++ലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്റർ, അതായത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും C++ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ Coutൻ്റെ കൂടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. നമുക്ക് കീബോർഡിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് ഒരു പ്രോഗ്രാമിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കീബോർഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻപുട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള സിൻ്റെ കൂടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് അതിനെ എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ വാരിയബിളാണ്. ആ വാരിയബിളിൽ ആണ് ഈ കീബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ കീബോർഡിൽ നമ്മൾ 10 എന്ന് അടിച്ചാൽ എയിൽ 10 എന്ന് സ്റ്റോർ ചെയ്യും. ഇനി അതുപോലെ ഇത് കാണിക്കാൻ, ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് Cout. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീൻ്റെ കൂടെ ഫസ്റ്റ് ഓപ്പറൻറ്റ് സീനിന് ഇൻപുട്ട് ഓപ്പറേറ്ററിന് സീൻ തന്നെ ആയിരിക്കണം, സെക്കൻഡ് ഓപ്പറൻറ്റ് ഒരു വാരിയബിൾ തന്നെ ആയിരിക്കണം, മറ്റ് കോൺസ്റ്റൻറ്റോ എക്സ്പ്രഷനോ വരാൻ പറ്റില്ല. എന്നാൽ Coutന് അങ്ങനെയല്ല. Cout അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് അങ്ങനെയല്ല. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് മസ്റ്റ് ബി Cout. സെക്കൻഡ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഇതര വാരിയബിൾ ഓർ എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഒരു സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ സെക്കൻഡ് ഓപ്പറൻറ്റ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആയിരിക്കാം. ആ ഓപ്പറേഷൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് കാണിക്കും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഈക്വൽ ടു ഓപ്പറേറ്ററും. ഇത് എക്സാമിനിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നന്നായി ശ്രദ്ധിക്കുക. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഈക്വൽ ടു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വാരിയബിൾ. ഒരു വാരിയബിളിലേക്ക് ഒരു വില സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു വാരിയബിൾ, അതിലേക്ക് 10 എന്നുള്ള വില സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഏരിയ എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് വാരിയബിളാണ്. അതിലേക്ക് ഇൻപുട്ട് വാരിയബിളിൽ ലെങ്ത്ത്, ഈ ഇൻപുട്ടും ബ്രെഡ്ത്ത് എന്ന ഇൻപുട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് അതിൻ്റെ ഉത്തരം ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഇതിൽ വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കഴിഞ്ഞാൽ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു. ഇത് കമ്പയർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റോർ ചെയ്യാനാണ്. രണ്ടാമത്തെ ഓപ്പറൻറ്റിനെ ആദ്യത്തെ ഓപ്പറൻറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഓപ്പറൻറ്റിന് തുല്യമാണോ രണ്ടാമത്തെ ഓപ്പറൻറ്റ് എന്ന് നോക്കുന്നു. ആണെങ്കിൽ ട്രൂ എന്നോ അല്ലെങ്കിൽ ഫോൾസ്, ആണെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യുന്നു. ഈ മറ്റൊരു ഓപ്പറേറ്റർ കാറ്റഗറിയാണ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഇത് രണ്ടും യുണറി ഓപ്പറേറ്ററുകളാണ്. ഒരു ഓപ്പറാൻറ്റ് മാത്രം മതി ഈ ഓപ്പറേഷനുകൾ നടക്കാൻ. അപ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറാൻറ്റിൻ്റെ വില 1 വെച്ച് കൂട്ടുന്നു. ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറാൻറ്റിൻ്റെ വില 1 വെച്ച് കുറയ്ക്കുന്നു. ഇനി ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിനും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിനും 2 ഫോം ഉണ്ട്, പ്രിഫിക്സ് ഫോമും പോസ്റ്റ് ഫിക്സ് ഫോമും. ഇപ്പോൾ പ്രിഫിക്സ് ഫോം എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻറ്റിന് മുൻപ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററോ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ വരികയാണെങ്കിൽ അതിനെ പ്രിഫിക്സ് അല്ലെങ്കിൽ പ്രീ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻ്റ് ആണെങ്കിൽ പ്രീ ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നു. മുൻപ് എന്നാണ് പ്രീ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനെ ചേഞ്ച് ആൻഡ് ദെൻ യൂസ് മെത്തേഡ് എന്ന് പറയപ്പെടുന്നു. ഈ പ്രീ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഇൻക്രിമെൻറ്റിനെ ചേഞ്ച് ആൻഡ് യൂസ്, മാറ്റുക പിന്നെ ഉപയോഗിക്കുക എന്നുള്ള അറിവ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് A = ++B. ഇതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ബിയുടെ വില 1 കൂട്ടിയതിന് ശേഷം എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ബി എന്ന വേരിയബിളിൽ, ബി എന്ന മെമ്മറിയിലുള്ള വില, ഇപ്പോഴത്തെ വില എന്താണോ അതിനെ 1 കൂട്ടുന്നു, ആണ് ഈ ++ ചെയ്യുക. കൂട്ടിയിട്ട് ആ പുതിയ ബി ആണ് എയിലേക്ക് സ്റ്റോർ ആവുന്നത്. Here the value of B is incremented by 1 and assigned to A. അപ്പോൾ ആദ്യം കൂട്ടുക എന്ന് പറയുന്നത് ചേഞ്ച്, അപ്പോൾ കൂട്ടുക, ആദ്യം മാറ്റം വരുത്തുക എന്നിട്ട് ഉപയോഗിക്കുക വേരിയബിളിനെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആണ് പ്രീ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻറ്റ്. ഡിക്രിമെൻറ്റ് ആണെങ്കിൽ കുറയും, കൂട്ടുന്നതിന് പകരം കുറയും. പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. പോസ്റ്റ് ഫിക്സ് ഫോമിൽ ഇതുപോലെ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും വരുമ്പം എങ്ങനെയാണ്? അതായത് ഹിയർ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ഓപ്പറൻറ്റ്. ഇവിടെ ഓപ്പറാൻറ്റിന് ശേഷമാണ് ഓപ്പറേറ്റർ വരുന്നത്. ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഡിക്രിമെൻ്റ് ആണെങ്കിൽ ഡിക്രിമെൻ്റ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ എന്തറിയപ്പെടുന്നു? പ്രീ ഇൻക്രിമെൻറ്റ് ചേഞ്ച് ആൻഡ് യൂസ് ആണെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്താണ്? യൂസ് ആൻഡ് ദെൻ ചേഞ്ച് മെത്തേഡാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, നിങ്ങൾ A = B++B, B++ എന്ന് കാണുന്നു. ഇത് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. ഇവിടെ ഓപ്പറാൻഡ് ബി ആണ്, ബിക്ക് ശേഷമാണ് ++ വന്നത്. അതുകൊണ്ട് ദിസ് ഈസ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. ++B വരുന്നെങ്കിൽ ഇത് പ്രീ ഇൻക്രിമെൻ്റ് ആവുകയായിരുന്നു. അപ്പോൾ ഇതെന്താണ്? യൂസ് ആൻഡ് ദെൻ ചേഞ്ച് ആണ്. അപ്പോൾ യൂസ് ആൻഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ? ബിയുടെ വില, ഇപ്പോഴത്തെ വില എന്താണോ അത് എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതിനുശേഷം
ബിയുടെ വില 1 കൂട്ടുന്നു. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. Here the value of b is assigned to a first and then the value of b is incremented by 1 എന്നാണ് പറയുന്നത്. ഇനി ഈ പ്രീയും പോസ്റ്റും തമ്മിൽ സാധാരണ നോർമൽ കേസിൽ വ്യത്യാസം വരുന്നില്ല. രണ്ടും ഇൻക്രിമെൻ്റ് ആണെങ്കിൽ പ്രീ ഇൻക്രിമെൻ്റ് ആയാലും പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആയാലും വാല്യൂ 1 വെച്ച് കൂട്ടുകയും ഡിക്രിമെൻ്റ് ആണെങ്കിൽ വാല്യൂ 1 വെച്ച് കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എപ്പോഴാണ് ഈ യൂസ് ആൻഡ് ചേഞ്ചും ചേഞ്ച് ആൻഡ് യൂസും ആയി മാറുന്നത്? അത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ സി ഔട്ടിൻ്റെ കൂടെ ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെയുള്ള, അതായത് ഒന്നുകിൽ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനിലോ ഈ പ്ലസ് പ്ലസ് ഇൻക്രിമെൻ്റോ ഡിക്രിമെൻ്റോ വരുമ്പോൾ അതിൻ്റെ രണ്ട് ഫോമുകളും തമ്മിൽ വ്യത്യാസം വരും. ചേഞ്ച് ആൻഡ് യൂസ് ആൻഡ് ചേഞ്ച് എന്നുള്ള മെത്തേഡ് അത് കാണിക്കാനാണ് ഇവിടെ ഈ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത്. ഇവിടെ എ എന്ന വാരിയബിളിൽ 5 ഉണ്ട്, ബി എന്ന വാരിയബിളിൽ 3 ഉണ്ട്. ബിയിലേക്ക് എ പ്ലസ് 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 എ എന്നാണ് പറയുന്നത്. ഇതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് മൊത്തത്തിൽ. അപ്പോൾ ഇതിൽ എയുടെ വില ഇപ്പോഴത്തെ വില ഇവിടെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണിത്. കാരണം ഓപ്പറാൻഡ് എ ആണ്, എ കഴിഞ്ഞിട്ടാണ് ഓപ്പറേറ്റർ വരുന്നത്. ഇതോ ഇവിടെ പ്രീ ഇൻക്രിമെൻ്റ് ആണ്, ഓപ്പറേറ്റർ കഴിഞ്ഞിട്ടാണ് ഓപ്പറാൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എയുടെ ഇപ്പോഴത്തെ വില ബിയിലേക്ക് എയുടെ ഇപ്പോഴത്തെ വില ഉപയോഗിക്കുക. യൂസ് ആൻഡ് ചേഞ്ച് ആണല്ലോ പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു യൂസ് ദെൻ ചേഞ്ച്. അപ്പോൾ ഇപ്പോൾ എയുടെ വില എന്താ 5 ഉപയോഗിച്ചു. അതിനുശേഷം എയെ ചേഞ്ച് ചെയ്തു, ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടി. അപ്പോൾ എയുടെ വില 6 ആയി. വീണ്ടും എന്തിനോട് കൂടി ആഡ് ചെയ്യണം? ഇവിടെ എത്തുമ്പോൾ ഇവിടെ പ്ലസ് പ്ലസ് ചെയ്യണം. എയുടെ ഇപ്പോഴത്തെ വില എന്താണോ അതൊന്നുകൂടി കൂട്ടാനാണ് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ആൻഡ് ദെൻ യൂസ് ആണത്. അപ്പോൾ 6 5 6 6 7 ഇവിടെ എത്തും. അപ്പോൾ 5 പ്ലസ് ഇവിടെ 6 അല്ല, ഇവിടെ എയുടെ ഇപ്പോഴത്തെ വില 5 ആണ്. അതാണ് നമ്മൾ യൂസ് ദെൻ ചേഞ്ച്. അപ്പോൾ ഇപ്പോഴത്തെ വില ഉപയോഗിക്കുകയാണ് 5 ആണ്. ആ 5ൻ്റെ കൂടെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എ എന്തായിരിക്കും? ഈ പ്ലസ് പ്ലസ് കൂടെ കഴിയുമ്പോൾ മൊത്തത്തിൽ 2 ഇൻക്രിമെൻ്റ് കഴിഞ്ഞാൽ 2 കൂട്ടൽ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ 5 7 മാറിയിട്ടുണ്ടായിരിക്കും. ആദ്യം 6 പിന്നെ 7. അപ്പോൾ 5 7 12 ബില്ലുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇത് വെച്ച് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സി ഔട്ടിൽ വരുമ്പോഴും ഈ ഒരു വ്യത്യാസം പോസ്റ്റും പ്രീയും ഇൻക്രിമെൻറ്റ് ഫോമുകൾ, പോസ്റ്റ് ഫിക്സ് ഫോമും പ്രിഫിക്സ് ഫോമും തമ്മിലുള്ള വ്യത്യാസം വരുന്നതാണ്. ബാക്കി എല്ലായിടത്തും പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലാതെ വേറെ ഏത് ഭാഗത്ത് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉപയോഗിച്ചാലും ഈ പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും തമ്മിലൊരു വ്യത്യാസവുമില്ല. രണ്ടും വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഈ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഇത് ഒരു കൂട്ടം C++ ഷോർട്ട് ഹാൻഡ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഓപ്പറേറ്ററുകളാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇവ ആദ്യം അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്യുകയും പിന്നീട് ആ അരിത്മെറ്റിക് ഓപ്പറേഷൻ നടന്നുണ്ടാകുന്ന റിസൾട്ടിനെ ഫസ്റ്റ് ഓപ്പറാൻഡിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം ബൈനറി ഓപ്പറേറ്ററുകളാണ്. 2 ഓപ്പറാൻഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം C++ ഷോർട്ട് ഹാൻഡ്സ് പറഞ്ഞത് ഒരു ചുരുക്ക എഴുത്താണ്. അതായത് A + B ഏതെല്ലാം അരിത്മെറ്റിക് ഓപ്പറേറ്റർ പ്ലസ്, നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റർ നേരത്തെ പറഞ്ഞു, പ്ലസ് മൈനസ് സ്റ്റാർ ഡിവിഷൻ. അപ്പോൾ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസ് ഈക്വൽ ടു ഉണ്ട്, മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ എന്താ പ്ലസ് ഈക്വൽ ടു ചെയ്യുന്നത്? പ്ലസ് ഈക്വൽ ടു ചെയ്യുന്നത് ആദ്യം പ്ലസ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റിനെയും സെക്കൻഡ് ഓപ്പറൻറ്റിനെയും പ്ലസ് ചെയ്ത് അതിനെ ഫസ്റ്റ് ഓപ്പറൻറ്റിലേക്ക് ആ തുക ഫസ്റ്റ് ഓപ്പറൻറ്റിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ A + B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് A = A + B എന്ന് എഴുതുന്നതിൻ്റെ ഷോർട്ടാണ് A + B. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം C++ൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം A + B. ഇതാണ് C++ സ്റ്റൈൽ ആണിത്, A + B. അപ്പോൾ A + B പറഞ്ഞാൽ A = A + B. അത് എയിൽ ഉള്ള വിലയുടെ കൂടെ B എന്നുള്ള മെമ്മറിയിലെ വില അല്ലെങ്കിൽ വാരിയബിളിൻ്റെ വില കൂട്ടുക. A എന്നുള്ള മെമ്മറിയും B എന്നുള്ള മെമ്മറിയിലുള്ള വിലകൾ കൂട്ടിയിട്ട് അത് എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുക. എയുടെയും ബിയുടെയും വിലകൾ കൂട്ടിയിട്ട് അത് എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നതാണെന്ത്, അങ്ങനെയുള്ള കാര്യത്തിനാണ് ഇത് ഉപയോഗിക്കുക. ഇത് വെച്ച് ക്വസ്റ്റ്യൻ വരുന്നതാണ്, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇനി വരുന്നൊരു കാര്യമാണ് പങ്ക്ച്വേറ്റേഴ്സ്. മെയിൻലി ടോക്കൺസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദി കംപ്ലീറ്റ്നെസ് ഓഫ് സം C++ കമാൻഡ്. ഒരു C++ കമാൻഡുകളുടെ കംപ്ലീറ്റ് ഫിനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഫിനിഷ് ആവണം, മുഴുവനാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഫിനിഷിങ്ങിന് ഉപയോഗിക്കുന്ന കമാൻഡ് കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനമായി എന്നൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രത്യേക ചിഹ്നങ്ങളെയാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും C++ വരുന്ന പങ്ക്ച്വേറ്റാണ് #, കേളി ബ്രാക്കറ്റ്,
അതുപോലെ ഒരു ഫംഗ്ഷൻ്റെ ബോഡി കാണിക്കാനാണ് ഇത് കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കുക. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ബോഡി എപ്പോഴും കേളി ബ്രാക്കറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെമിക്കോളം, ഇതൊരു പഞ്ച്വേറ്ററാണ്. അപ്പോൾ പഞ്ച്വേറ്റേഴ്സ് ആർ സിംബൽസ് ദാറ്റ് have a syntactic and semantic meaning to the compiler. C++ ലാംഗ്വേജിൽ ഒരു പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളെയാണ് കീവേഡുകൾ. പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം വാക്കുകളാണെങ്കിൽ പഞ്ച്വേറ്റേഴ്സ് ഒരു പ്രത്യേക അർത്ഥം കമ്പൈലറിനോട് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശം കാണിക്കുന്ന ഒരു കൂട്ടം സിംബലുകളാണ്, ചിഹ്നങ്ങളാണ് പഞ്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത്തരം ചിഹ്നങ്ങൾക്ക് പഞ്ച്വേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഇതും ടോക്കൺസ് ആണ്. പഞ്ച്വേറ്റ് ഈ ചിഹ്നങ്ങളെല്ലാം ടോക്കൺസ് ആണ്. അതായത് സെമിക്കോളൻ, ഹാഷ്, ബ്രേസ്. ഏത് C++ പ്രോഗ്രാം തുടങ്ങുമ്പോഴും ഇവിടെ കാണാം ഹാഷ് ഇൻക്ലൂഡ്. അപ്പോൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ ഹാഷ് വെച്ച് തുടങ്ങണം. IOStream ഒരു ഹെഡർ ഫയലാണ്, അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ യൂസിങ് നെയിം സ്പേസ്, ആ ലൈൻ കഴിഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു കാണിക്കാൻ, ഇപ്പോൾ ഒരു C++ സെമിക്കോളൻ ഉപയോഗിക്കുന്ന ഒരു ലൈനിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി, എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ലൈൻ അതിന് ഉപയോഗിക്കുന്ന പഞ്ച്വേറ്ററാണ് സെമിക്കോളൻ. പിന്നെ അതുപോലെ ഇവിടെ കേളി ബ്രാക്കറ്റ്, ഒരു ഫംഗ്ഷൻ്റെ ബോഡി. ഇവിടെ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ്റെ ബോഡിയാണ് ഇത്രയും ഈ ഒരു പാരഗ്രാഫ് മൊത്തം, ഇത്രയും ലൈൻസ്. ഇത് മൊത്തം ഒരു യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനെ കാണിക്കാൻ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മെയിൻ. അപ്പോൾ ആ ബ്ലോക്കിനെ, മെയിൻ എന്ന ബ്ലോക്ക് എവിടെ മുതൽ എവിടം വരെയാണ്, അത് ഇവിടെ മുതൽ ഇവിടം വരെയാണെന്ന് കാണിക്കുന്നു. അതിനാണ് കേളി ബ്രാക്കറ്റ്. അങ്ങനെ ഓരോ പഞ്ച്വേറ്ററിനും ഒരു സ്പെസിഫിക് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ, ഡാറ്റ ടൈപ്പാണ് ഇനി അടുത്തത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് എല്ലാവരും നോക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിൻ്റഡ് നോട്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിൻ്റഡ് നോട്ട് PDF ഉപയോഗിച്ച് വായിച്ച് നോക്കുക. ഇതുവരെ പറഞ്ഞ കാര്യം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക.